ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത കലാഭവൻ നവാസ് അന്തരിച്ചു എന്നതാണ്. ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കലാഭവൻ നവാസിനെ. എന്താണ് സംഭവിച്ചത് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. 51 വയസ്സായിരുന്നു. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SS ശരൺ ചേരുന്നു നമുക്കൊപ്പം. SS ശരൺ, എപ്പോഴാണ് കലാഭവൻ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? അതാണ് നമുക്ക് അറിയേണ്ടത്. നേരത്തെ നവാസിൻ്റെ പ്രതികരണങ്ങളൊക്കെ പല വിഷയങ്ങളിലും ഇക്കഴിഞ്ഞ അടുത്ത കാലം വരെയൊക്കെ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. കലാഭവൻ നവാസ്, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമയിലടക്കം കലാഭവൻ നവാസ് ഒരു പ്രധാന കഥാപാത്രമായിട്ടൊക്കെ അഭിനയിച്ചതാണ് അടുത്തിടെ. അഷ്റഫ് ഗുരുക്കൾ അതിൽ ഈ സംഘടന സംവിധാനത്തിലൊക്കെ നവാസിനെ കുറിച്ചൊക്കെ വളരെ കാര്യമായി പറഞ്ഞതൊക്കെ ഈ അടുത്തിടെ നമ്മൾ വായിച്ചതുമാണ്. കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കലാഭവൻ നവാസിനെ. നമുക്കൊപ്പം അനൂപ് ഷൺമുഖനുണ്ട്. അനൂപ് ഷൺമുഖൻ, കലാഭവൻ നവാസ് മിമിക്രി കലാരംഗത്ത് നിന്ന് ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്ന താരമാണ്. ചൈതന്യം എന്ന സിനിമയിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായ പല സിനിമകളിൽ നമ്മൾ കണ്ടതാണ് നവാസിനെ. നവാസിന്റെ മരണം സംബന്ധിച്ചിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സുജയ, തീർച്ചയായിട്ടും വലിയ വിഷമിപ്പിക്കുന്നൊരു വാർത്ത തന്നെയാണ്. 51 വയസ്സ് മാത്രമുണ്ടായിരുന്നു. ഏറെ സിനിമകളിലൂടെ നമ്മൾ മലയാളികളടക്കം ഒരുപാട് ചിരിപ്പിച്ച നടൻ തന്നെയാണ്. മിമിക്രിയിലൂടെ അരങ്ങേറ്റം കുറിച്ച് സിനിമാ ലോകത്തേക്ക് എത്തിയ താരമാണ്. സിനിമാ നടൻ കൂടിയായിരുന്ന അബൂബക്കറിൻ്റെ മകനാണ് കലാഭവൻ നവാസ്. അദ്ദേഹം നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു നടിയാണ്, രഹനയാണ് ഭാര്യ. എന്തായാലും കലാഭവൻ നവാസ്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കലാഭവനിലൂടെ കടന്നു വന്ന അനേകം സിനിമാ ലോകത്തേക്ക് കഴിയുന്ന പല സിനിമകളുണ്ട്. ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങിലായിരുന്നു. ഒരു പുതിയ സിനിമയിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിന് ശേഷം അടുത്തൊരു ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കലാഭവൻ നവാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലേബി സജീന്ദ്രൻ, സിനിമ ഷൂട്ടിങ്ങിനായി എടുത്ത അല്ലെങ്കിൽ അതിനിടയിൽ താമസിക്കുന്ന മുറിയിലാണോ, ഹോട്ടൽ മുറിയിലാണോ ഇപ്പോൾ കണ്ടെത്തിയത്? ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നോ? എന്താണ് സംഭവിച്ചത് ലേബി? സുജയ്, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ചോറ്റാനിക്കരയിൽ ഷൂട്ടിംഗ് പുരോഗമിച്ചു വരികയായിരുന്നു. ഷൂട്ടിങ്ങിന് ശേഷം മുറിയിൽ വിശ്രമിക്കാൻ വന്ന സമയത്താണ് ഹൃദയാഘാതം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ KS പ്രസാദ് അടക്കമുള്ളവർ പറയുന്നത്. KS പ്രസാദും പിഷാരടിയും ഒക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോറ്റാനിക്കരയിലെ ടാറ്റ ആശുപത്രിയിൽ മൃതദേഹം ഉണ്ട് എന്നാണ് അറിയുന്നത്. അരമണിക്കൂർ മുമ്പാണ് ഇവർക്ക് ഫോൺ സന്ദേശം വരുന്നത്. ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ്. ഏതായാലും വളരെ ദുഃഖകരമായ വാർത്തയാണ്. കലാഭവൻ നവാസ് ഇപ്പോൾ ഒരു ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ലൊക്കേഷൻ ചോറ്റാനിക്കരയിലാണ്. അവിടെ നിന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് മടങ്ങി വിശ്രമിക്കുന്നതിനിടയിൽ ഹൃദയാഘാതം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ KS പ്രസാദ് അടക്കമുള്ള സഹപ്രവർത്തകർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വാർത്തയറിഞ്ഞ് അവരൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുജയ. ഏതായാലും വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. മലയാളികൾക്കൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരു നടനായിരുന്നു. മിമിക്രിയിലൂടെയും സിനിമയിലൂടെയും ഒക്കെ ഒരുപാട് പേരെ ചിരിപ്പിച്ച് ഗായകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ നമ്മൾ ആസ്വദിച്ചിട്ടുള്ളതാണ്.